ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുപട്ടം 27-ാം ഞായർ നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസ് 10-ാം അധ്യായം 2 മുതൽ 12 വരെ വാക്യങ്ങളാണ്. വിവാഹമോചനം, പുനർവിവാഹം, പുനർവിവാഹത്തിലൂടെ ഉണ്ടാകുന്ന വ്യഭിചാരം എന്നീ വിഷയങ്ങളാണ് ഈ വചനഭാഗത്ത് നാം കാണുന്നത്. വിവാഹമോചനത്തെ സംബന്ധിക്കുന്ന വിഷയം ഒരു വിവാദ കഥാരൂപത്തിലാണ് മർക്കോസ് നൽകുന്നത്. യേശു ജെറുസലേമിലേക്ക് എത്താറാകുന്നതോടെ ഫരീസേയർ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം യേശുവിനെ കുടുക്കുവാൻ ഒരു വിവാദ വിഷയവുമായി രംഗപ്രവേശം ചെയ്യുന്നു. ജെറുസലേം പ്രവേശനത്തോടെ യേശുവിന് നേരിടേണ്ടി വരുന്ന തിക്ത അനുഭവങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് ഈ വിവാദം. വിവാഹമോചനത്തിന്റെ നിയമങ്ങളെക്കുറിച്ച് നിസ്വാർത്ഥമായി അറിയുവാനുള്ള ആഗ്രഹമായിരുന്നില്ല ഫരീസേയർക്കുണ്ടായിരുന്നത്. കാരണം മോശ വിവാഹമോചനം അനുവദിച്ചിരുന്നുവെന്ന് തീർച്ചയായും അവർക്ക് അറിയാമായിരുന്നു. കൂടാതെ ഹെറോദേസിന്റെ വിവാഹമോചനം, പുനർവിവാഹം എന്നിവയെ അപലപിച്ചതാണ് സ്നാപയോഹന്നാന്റെ ബന്ധനത്തിനും ശിരച്ഛേദനത്തിനും ഇടയാക്കിയതെന്നും അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. ആയതിനാൽ ജെറുസലേമിൽ വച്ച് യേശുവിനെ നേരിടുന്നതിനും വധിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഫരീസേയർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിവാദ വിഷയമായി ഇതിനെ നമുക്ക് കാണാം. എന്നാൽ വിവാഹത്തെയും വിവാഹമോചനത്തെ സംബന്ധിക്കുന്ന യേശുവിൻ്റെ ആധികാരിക പ്രബോധനങ്ങൾ വിവരിക്കുവാനാണ് സുവിശേഷകൻ ഇവിടെ ശ്രദ്ധിക്കുന്നത്. വിവാദങ്ങളെ കേന്ദ്രീകരിച്ച് ഫരീസേയരുടെ ഗൂഢനീക്കങ്ങളെ വിവരിക്കുവാൻ സുവിശേഷകൻ മുതിരുന്നില്ല. മോശ വിവാഹമോചനം അനുവദിച്ചിരുന്നെങ്കിലും മോശയുടെ നിയമവ്യവസ്ഥകൾ വിവാഹമോചനം ശരിയോ തെറ്റോ എന്ന് നിർണയിച്ചിരുന്നില്ല. അതുകൊണ്ട് ഫരീസേയരുമായുള്ള സംവാദത്തിൽ ഉൽപ്പത്തി പുസ്തകം അടിസ്ഥാനമാക്കിക്കൊണ്ട് ദൈവം സൃഷ്ടി മുതൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും അവരെ ഒരു ശരീരമായി നിലനിർത്തുകയും ചെയ്തു എന്നും യേശു വ്യക്തമാക്കുന്നു. യേശുവിന്റെ പ്രബോധനം അനുസരിച്ച് ഒരു അവിഭാജ്യ ബന്ധമാണ്, അൺഡിവൈഡഡ് റിലേഷൻഷിപ്പാണ് വിവാഹം, ഒരു ശരീരം. വിവാഹത്തിന്റെ ഈ അവിഭാജ്യത ദൈവഹിതത്തിലും ദൈവിക അധികാരത്തിലുമാണ് വേരൂന്നി നിൽക്കുന്നത്. അപ്രകാരം മോശയുടെ നിയമവ്യവസ്ഥ നിർണയിക്കപ്പെടാതിരുന്ന ഈ വിഷയത്തിന്മേൽ വിവാഹമോചനം തെറ്റാണെന്നുള്ള അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ് യേശു ഇവിടെ നടത്തുന്നത്. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന താക്കീത് യേശു നൽകുന്നു. മറ്റു വാക്കുകളിൽ, ദൈവമാണ് വിവാഹത്തിന്റെ രചയിതാവ്, മറ്റാർക്കും അതിന്മേൽ അധികാരമില്ല. അങ്ങനെയെങ്കിൽ വിവാഹമോചനം കാംക്ഷിക്കുന്നവർ ദൈവഹിതത്തിന് എതിരാണ്. കാരണം ദൈവ തിരുമനസ്സിൽ ഉടലെടുത്തതാണ് വിവാഹം. വിവാഹമോചനം തെറ്റാണെന്ന് പ്രഖ്യാപിച്ചതിനൊപ്പം മറ്റൊരു നിബന്ധന കൂടി തന്റെ പ്രബോധനത്തിൽ യേശു കൂട്ടിച്ചേർക്കുന്നു. ഒരു പുരുഷൻ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നതും ഒരു സ്ത്രീ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷനെ വരിക്കുന്നതും വ്യഭിചാരമാണ്. ഇതിലൂടെ മോശയുടെ നിയമം, നിയമാവർത്തനം 24:1 തെറ്റാണെന്ന് സമർത്ഥിക്കുക മാത്രമല്ല, വിവാഹമോചനത്തെയും പുനർവിവാഹത്തെയും വിലക്കുകയുമാണ് യേശു ചെയ്യുന്നത്. വിവാഹമോചനം, പുനർവിവാഹം എന്നിവയെ നിസ്സംശയം നിരോധിക്കുന്ന യേശു ദൈവഹിതമനുസരിച്ച് സ്ഥാപിക്കപ്പെടുന്ന വിവാഹത്തിന്റെ വിശുദ്ധിയിലേക്കും അവിഭാജ്യതയിലേക്കും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. വിവാഹമോചനത്തെയും പുനർവിവാഹത്തെയും സംബന്ധിച്ച് യേശു നൽകിയ പ്രബോധനത്തിൽ
മുൻകാല നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുതുമ നിറഞ്ഞിരിക്കുന്നു. യഹൂദ സംസ്കാരത്തിലും നിയമസംഹിതകളിലും പുരുഷ മേധാവിത്വം സ്പഷ്ടമായിരുന്നു. പുനർവിവാഹത്തിൽ ഉളവാകുന്ന വ്യഭിചാര പ്രവൃത്തിയിലും പുരുഷന് അനുകൂലമായ ഒരു വിധി നടത്തിപ്പ് അന്നുണ്ടായിരുന്നു. നിയമാവർത്തനം 24:2-4 വരെ. കാരണം പുനർവിവാഹത്തിലൂടെ ഭാര്യയ്ക്ക് എതിരെ ഭർത്താവ് വ്യഭിചരിക്കുന്നതായി നിയമത്തിൽ പറയുന്നില്ല. സ്ത്രീയേക്കാൾ പുരുഷന് കൽപ്പിച്ചിരുന്ന ഉയർന്ന പദവി കാത്തുസൂക്ഷിക്കാൻ ഉണ്ടാക്കിയതാവണം ഈ നിയമം. എന്നാൽ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുവളെ പരിഗ്രഹിക്കുന്നവൻ ഭാര്യയ്ക്കെതിരെ വ്യഭിചാരം ചെയ്യുന്നുവെന്ന് യേശു പ്രസ്താവിച്ചു. സ്ത്രീയുടെ അന്തസ്സ് പുരുഷന്റേതിനൊപ്പം ഉയർത്തുക മാത്രമല്ല യേശു ഇവിടെ ചെയ്തിരിക്കുന്നത്. യഹൂദ നിയമം സ്ത്രീക്ക് കൽപ്പിച്ചിരിക്കുന്ന വിശ്വസ്തതാ ബാധ്യതയിൽ പുരുഷനെ കൂടെ കടപ്പെടുത്തുകയാണ് യേശു ചെയ്യുന്നത്. ഭർത്താവിനെ പരിത്യജിക്കുവാൻ ഭാര്യയ്ക്കുള്ള അവകാശം അംഗീകരിക്കാത്ത യഹൂദ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ യേശുവിന്റെ പ്രസ്താവന പുതുമ നിറഞ്ഞതാണ്. ഭർത്താവിനെ ഉപേക്ഷിക്കാനും പുനർവിവാഹം കഴിക്കാനും ഭാര്യയ്ക്കുള്ള അവകാശത്തിന് അംഗീകാരം നൽകുന്ന ഗ്രീക്ക് റോമൻ നിയമത്തിൻ കീഴിൽ കഴിഞ്ഞിരുന്ന വിജാതീയ ക്രൈസ്തവരായ മർക്കോസിന്റെ ആദ്യ ശ്രോതാക്കളുടെ ജീവിതത്തിന് ഇണങ്ങുന്ന ഒരു പ്രബോധനമാണ് ഇത്. പ്രിയമുള്ളവരെ, എല്ലാ സമൂഹങ്ങൾക്കും കുടുംബം ഒരു പ്രധാന ഘടകമാണ്. കുടുംബത്തെ വെല്ലുവിളിക്കുന്ന എന്തും നാം തള്ളിക്കളയണം. വിവാഹമോചനം എല്ലാ കുടുംബങ്ങളെയും വെല്ലുവിളിക്കണമെന്നില്ല. പക്ഷേ അത് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം അത് മാതാപിതാക്കളുടെ സ്ഥിരതയെയും കുട്ടികളുടെ ക്ഷേമത്തെയും ബാധിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ കൂടുതൽ പോസിറ്റീവായി ചിന്തിക്കേണ്ടതുണ്ട്. കുടുംബങ്ങളുടെ നന്മയെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? മാതാപിതാക്കളുടെ സ്ഥിരതയും കുട്ടികളുടെ നന്മയും നമുക്ക് എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും? ഈ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കണ്ടെത്താൻ ഈ വചനഭാഗം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.